വെൽക്കം ടു ചോക്ക് ആൻഡ് പെൻസിൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ, അതായത് സെക്കൻഡ് ഇയർ ITയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 14x plus 3y plus 2x plus 2y. ഓക്കെ, സോ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാണ്. 14x plus 3y plus 25x plus 2y. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻ്റ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 14ഉം 25ഉം കൂടി കിടപ്പം എന്താണ് 39x പ്ലസ് 3y ആൻഡ് 2y ഇറ്റ് ഈസ് 5y. സോ ആൻസർ ഈസ് 39x പ്ലസ് 5y. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ വാല്യൂസ് ഓഫ് 5a raised to 2b into 8a raised to 5b cube. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുന്നത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. a raised to 5b cube. അപ്പോൾ ഇങ്ങനെ a raised to b, അതായത് a raised to പവറായിട്ട് വരുന്നില്ല, അതായത് ഏതെങ്കിലും ഒരു കോൺസ്റ്റബിൾ വിത്ത് പവറായിട്ട് വരുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യുക, സെയിം ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ റേസ് ടു നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 5 ഇൻറ്റു 8 ആണ്. ഇവിടെ എ ഉണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ a raised to 2 ആണ്, ഇവിടെ a raised to 5 ആണ്. അപ്പം a raised to 2 ഇൻറ്റു a raised to 5 ഇൻറ്റു b raised to ക്യൂബ്. ഓക്കെ, അപ്പം നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് x raised to n ഇൻറ്റു എക്സ് റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് x റേസ് ടു n പ്ലസ് എം എന്നാണ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 8 5s are 40 ആണ്. 40 ദെൻ a റേസ് ടു 7 b റേസ് ടു 4 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സിംപ്ലിഫൈഡ് വാല്യൂസ് ഓഫ് 3x പ്ലസ് 15 5x പ്ലസ് 25. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിംപ്ലിഫൈഡ് വാല്യൂസ് എന്ന് പറയുന്നത് 3x പ്ലസ് 15 ഡിവൈഡഡ് ബൈ 5x പ്ലസ് 25 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 3 കോമൺ ആണ്. 3 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരാം, x പ്ലസ് 5 വരും. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ഇവിടെ 5 ഇൻറ്റു 5 ആണ്. സോ നമ്മൾ 5 കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 5 ആണ്. ഓക്കെ, എക്സ് പ്ലസ് 5ഉം എക്സ് പ്ലസ് 5ഉം കൂടി നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ദ ആൻസർ 3/5. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 13 പ്ലസ് എക്സ് പ്ലസ് 20. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ലോവർ ക്ലാസ്സസിൽ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലേ. ഇവിടെ എന്താണ് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താ എക്സിനെ ആ ഒരു LHS സൈഡിൽ നിർത്തിയിട്ട് 13 RHS സൈഡിലേക്ക് മാറ്റും. അപ്പോൾ 20 ഇവിടെ പ്ലസ് ആയിരുന്നു, ഇപ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്കും മൈനസ് ആവും. സോ 20 മൈനസ് 13. സോ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്, 7. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫോർമുല ഫോർ a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി എന്തായിരുന്നു, x റേസ് ടു m ഇൻറ്റു x റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് x റേസ് ടു m പ്ലസ് n എന്നാണ് എഴുതിയത്. ഇതൊരു ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എന്താണ് എക്സിന് പകരം a ആയിരുന്നുള്ളൂ. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറയുന്നത് a റേസ് ടു m പ്ലസ് n എന്നാണ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി വിച്ച് ഇസ് ദ ഫോർമുല ഫോർ a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n. അപ്പോൾ a റേസ് ടു m ഡിവൈഡഡ് ബൈ a റേസ് ടു n എന്ന് പറഞ്ഞാൽ ഡിവിഷൻ റൂൾ ആകുമ്പോഴത്തേക്കും മൈനസ് ആണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് a റേസ് ടു m മൈനസ് n എന്നാണ് ആൻസർ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എനി നമ്പർ റേസ് ടു പവർ ഓഫ് 0.
ഏതൊരു നമ്പർ, എനി നമ്പർ അല്ലേ, എനി നമ്പർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 എടുത്തു, റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ. ഇനി നമുക്ക് 3 എടുക്കാം, 3 റേസ് ടു, എനി നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കുക, റേസ് ടു 0. ഏതൊരു നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് 1 ആണ്. ഏതൊരു ഇപ്പം എ റേസ് ടു 0, ഇനി ഇഫ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എ റേസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താ 1 ആണ് ആൻസർ. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 ബൈ എ റേസ് ടു എം? 1 ബൈ എ റേസ് ടു എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡിനോമിനേറ്റർ പാർട്ടിലാണ് കിടക്കണേ. ഇതിന് നമ്മൾ ന്യൂമറേറ്റർ പാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും, അതായത് 1 ബൈ ആണ്, നമ്മൾ ന്യൂമറേറ്റർ പാർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്ലസ് എം എൽ എ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും മൈനസ് എ റേസ് ടു എം എന്ന് പറഞ്ഞു വരും. Okay, then which is equal to a raised to m and n. Okay, അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് a raised to m by n, അത് സോറി m into n എന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ വരുമ്പോഴത്തേക്കും എന്താ ചെയ്യുക, ഇതിന് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ്, a raised to mn എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഫോം ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ? സോ എന്താണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് എന്ത് അതിൻ്റെ ഇക്വേഷൻ. ദെൻ നമ്മൾ നോക്കിയേ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ റേസ് ടു 5 റേസ് ടു 7? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ആയിട്ടാണ് ചോദിച്ചത്, ഇവിടെ നമ്പർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചത്, എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എ റേസ് ടു എം എൻ എന്നാണ്. അപ്പോൾ ഇതനുസരിച്ച് എങ്ങനെ വരും, എ റേസ് ടു 5 ഇൻറ്റു 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റേസ് ടു 5 ഇൻറ്റു 7, ദാറ്റ് മീൻസ് എന്താണ് 7 5s are 35 അല്ലേ. അപ്പോൾ എ റേസ് ടു 35 ആൻസർ വരും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഞാൻ ഓപ്ഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 625 റേസ് ടു 0, അതായത് റേസ് ടു പവർ 0 ആണ് വരുന്നെങ്കിൽ എന്താണ് വരും? നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു സംഖ്യ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് 625 ആയാലും ആൻസർ എന്താ 1 ആണ്. സോ ആൻസർ എന്താണ് ബി ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 ബൈ എ റേസ് ടു -5? അപ്പോൾ എങ്ങനെ എഴുതിയത്, 1 ബൈ എ റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് പോസിറ്റീവ് നമ്പർ ആണ്, ഇത് ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്റർ പാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് എങ്ങനെ വരും, മൈനസ് ആവും, അതിൻ്റെ സൈൻ മാറും. അപ്പോൾ എ റേസ് ടു -m ആവും. അപ്പോൾ ഇവിടെ എന്താണ് 1 ബൈ എ റേസ് ടു -5 ആണ്, നെഗറ്റീവ് സംഖ്യയാണ്. ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താവും, എ റേസ് ടു 5 ആവും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5x റേസ് ടു 4 ആൻഡ് 5x ക്യൂബ്? അപ്പോൾ എന്താ നമുക്കൊന്ന് എഴുതാം, 5x റേസ് ടു 4 ഡിവൈഡഡ് ബൈ 5x റേസ് ടു 3 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി കട്ട് ചെയ്യാം. ദെൻ വി ഗോട്ട് ദ വാല്യൂ എക്സ് എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സെയിം നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാമല്ലോ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും, അതാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി what is the subtracted value of this one? So അപ്പോൾ അതായത് നമ്മളോട് പറഞ്ഞേക്കണേ ഇത് തമ്മിലുള്ള മൈനസ് വാല്യൂ ആണ് ചോദിച്ചേക്കണേ. 3x മൈനസ് 4x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ എന്നാണ് ആദ്യത്തെ ഒരു ഇക്വേഷൻ, അതായത് ഈ ഒരു ഇക്വേഷൻ. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 4y സ്ക്വയർ ആണ് ആദ്യം മൈനസ് 2x. അപ്പം ഞാൻ ഇതിവിടെ എഴുതാം, 4y സ്ക്വയർ മൈനസ് 2x പ്ലസ് 8x സ്ക്വയർ എന്നാണ്. അപ്പം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻറ്റ്, സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻറ്റ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും. അപ്പോൾ നമ്മൾ സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻറ്റ്, ദാറ്റ് മീൻസ് സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻറ്റിലെ സെയിം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള y ആണെങ്കിൽ വൈൻ്റെ ടേമിലുള്ളത് y സ്ക്വയർ. ഇപ്പോൾ ഇവിടെ 2y സ്ക്വയർ ആണ്, ഇവിടെ y സ്ക്വയറിൻ്റെ ടേം ഏതാ 4y സ്ക്വയർ. അപ്പോൾ ഞാനത് എന്ത് ചെയ്ത് y സ്ക്വയർ ആണ്, y സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് സംഖ്യയാണ്, അപ്പോൾ ഞാനിവിടെ പ്ലസ് ഇട്ടു. ഇനി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പോസിറ്റീവ് എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ മൈനസ് ആണ്, അപ്പോൾ -2x.
ഓക്കെ, ഞാനിതിന് സബ്ട്രാക്ട് ചെയ്യാൻ പോണേണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിനെ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അതായത് സബ്ട്രാക്ട് ചെയ്യണേണ്ട ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് സൈൻ എടുക്കാം. അപ്പോൾ ഇതിവിടെ നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ്. സോ എന്താണ്, മൈനസ് പോസിറ്റീവ് ആകുമ്പോൾ -2y². ദെൻ what is it that minus അല്ലല്ലോ, 8 to 12x² മൈനസ് ആൻഡ് എക്സ്. ഓക്കെ, അല്ല എക്സ് അല്ല 5x. അപ്പം നമുക്ക് എന്താ കിട്ടിയത്, ഇത് ഇവിടെ അല്ല 2y² ടേമാണ് ആദ്യം. അപ്പം 2y² പിന്നെ എക്സിൻ്റെ ടേം, അപ്പം +5x പിന്നെ എന്താ -12x². അപ്പോൾ ഏതാ, -2y² ദെൻ 5x പ്ലസ്. ഓക്കെ, വേറെ ഒന്നുമില്ല, നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് D ആണ് നമ്മുടെ ആൻസർ. കാരണം നമ്മളിവിടെ സബ്ട്രാക്ഷൻ, അതായത് ഈ പോർഷൻ്റെ നെഗറ്റീവ് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2y² -5x ദെൻ what is the value +12x². നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അല്ലേ. സോ ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് Z ഉള്ള കോയിഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ Z ആയിട്ടുള്ളത് ഏതാണ്, 7ഉം 15ഉം ആണ്. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, -Z ആണ്. -Z ആകുമ്പോഴത്തേക്കും -7z ഉം 15z ഉം ആണ്. അപ്പോൾ നമ്മൾ 15 7 കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും, 5 10 ആവും അല്ലേ, അല്ല 10 ആവും, പിന്നെ 5 8 അല്ലേ, 8z. പിന്നെ വരുന്നത് ഇവിടെ 4x, അപ്പോൾ +9x ഉണ്ട്. പിന്നെ ഉള്ളത് -y. ഇപ്പോൾ ആൻസർ ഏതാ, ഇതാ 9x - y +8z. ഇതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12x³ y² ഡിവൈഡഡ് ബൈ 4x² എന്നാണ്. അപ്പം എന്ത് ചെയ്യുക, സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻ്റ് തമ്മിൽ കട്ട് ചെയ്യുക. ഇവിടെ 4 1 ടൈം, ഇവിടെ 3 ടൈംസ്, x² 1 ടൈം, ഇവിടെ x, ഇവിടെ y, ഇവിടെ y. സോ വി ഗെറ്റ് ദ ആൻസർ 3xy. സി. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 3 × 2x. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ബ്രാക്കറ്റിലല്ലേ കിടക്കണം, അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 3 × 2x -3 × 4 = -4x + 20x. അപ്പോൾ 6x - 12 = -4x + 28 എന്ന് കിട്ടും. ഇനി സെയിം ആയിട്ടുള്ള സംഖ്യകൾ ഒരേ ഇതില്ല. അപ്പോൾ x ഒരേ കോപ്പി. അപ്പോൾ എന്ത് ചെയ്യുക, 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ +4x ആവും, 28 + 12 ആവും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, 10x = 40. x = 40 ഡിവൈഡഡ് ബൈ 10 കിട്ട് ചെയ്ത് പോകുമ്പോൾ 4. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 4 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത് സെയിം അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് x + 2 ബൈ ഡിവൈഡ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എഴുതുവാണ്. x + 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 19 ആണ്. അപ്പോൾ x + 2 = 19 × 2 എന്ന് വരും. 19 × 2 എത്രയാ, 18 32 അല്ല സോറി 38. അപ്പോൾ x + 2 = 38. X = 38 - 2. So we get 36. ഓക്കെ, ആൻസർ D. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.